ഇവളും മോളും മോനെ ഓർത്ത് കരയാത്ത ദിവസങ്ങളില്ല. എന്തിനാ സന്ദീപെ ഇങ്ങനെ ബലം പിടിച്ചു നിൽക്കുന്ന? ഇവളെയും മോളെയും അധികം നാള് പിരിഞ്ഞിരിക്കാൻ നിനക്ക് പറ്റില്ലെന്ന് ഞങ്ങൾക്കൊക്കെ അറിയായിരുന്നു. ആ, എന്തായാലും മോന് വരാൻ തോന്നിയല്ലോ. ഇനി ഈ വഴക്കും പിണക്കങ്ങളും ഒക്കെ കളഞ്ഞ് ദാ മോളുടെ ഇവളുടെയും കൂടെ സന്തോഷമായിട്ടിരിക്കെ. അതിന് എനിക്കിപ്പോ സന്തോഷത്തിന് കുറവുണ്ടെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? എന്നല്ല മോനെ അമ്മ പറഞ്ഞത്. ആ, കഴിഞ്ഞതൊക്കെ അങ്ങ് പോട്ടെ. പിന്നെ കഴിഞ്ഞതൊക്കെ അങ്ങനെ പോട്ടെന്ന് വെക്കാനൊന്നും എനിക്ക് സൗകര്യമില്ല. മോനെ, ഭാര്യയും ഭർത്താവും ഒക്കെ ആകുമ്പോ ചിലപ്പോ വഴക്കിടുകയും പിടങ്ങുകയും ഒക്കെ ചെയ്യും. അതൊന്നും മനസ്സിൽ വെക്കില്ലടാ. മോനകത്തേക്ക് വാ. എത്ര കാലായി അമ്മയുടെ കൈകൊണ്ട് മോൻ എന്തെങ്കിലും വെച്ച് വിളമ്പി തന്നിട്ട്? ഞാൻ നിങ്ങളെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല. ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവാനാ ഞാൻ വന്നത്. എന്തിനാ മോനെ നീ എല്ലാരും ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് നിങ്ങൾ തമ്മിൽ പറഞ്ഞാൽ തീരാവുന്നതല്ലേ ഉള്ളൂ. എന്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ തന്നെ തീർത്തോളാം. അതിനെനിക്ക് ആരെയും കാണുകയും വേണ്ട, സംസാരിക്കാൻ വേണ്ട. പിന്നെ പിന്നെ എന്തിനാ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഓരോ സാഹചര്യം വരുമ്പോഴാണല്ലോ ബന്ധുക്കളാര് ശത്രുക്കളാരെന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത്. എന്നെ ദ്രോഹിച്ചതുപോലെ പണ്ട് നിങ്ങൾ അവധി കേട്ടത്തെയും കുറെ ദ്രോഹിച്ചതല്ലേ? ഇനി അത് വേണ്ട. ദേ ഇവിടെ വച്ച് നിർത്തിക്കോ. ഓ, അപ്പൊ അവർക്ക് വക്കാലത്ത് പറയാനാണോ നീ ഇങ്ങോട്ട് കേറി വന്നത്? ആണെന്നെ വെച്ചോ. അവന്തി കേട്ടതിക്കെതിരെയുള്ള പുതിയ കേസ് എത്രയും പെട്ടെന്ന് പിൻവലിക്കണം. എടാ, അത് പറയാൻ നീ ആരാടാ? എന്നൊരു അനുജനെ പോലെ കണ്ട ആ സ്ത്രീ സഹായിക്കുന്നത്. സ്വന്തം ഏട്ടനോ അമ്മയോ പോലും ആ കരുതൽ എനിക്ക് തന്നിട്ടില്ല. വീണുപോയനെ കൈപിടിച്ചു ഉയർത്താനുള്ള കരുണ പോലും കാണിച്ചിട്ടില്ല. ഇനി മേലിൽ അവന്തി കേട്ടത്തെ വേദനിപ്പിക്കുന്ന ഒന്നും ഈ വീട്ടിൽ നിന്നും ഉണ്ടാവരുത്. ഉണ്ടായാൽ നിന്റെ രക്തത്തിൽ പറഞ്ഞ കുഞ്ഞല്ലേ ഇത്? അതുപോലും മറന്നു കളയാൻ പാകത്തിന് എന്ത് കൈവശാസ്ത്രീ നിനക്ക് തന്ന്? ഓടി വന്ന് ഇവളെ നീ ചേർത്ത് പിടിച്ചപ്പോ ഞാൻ കരുതി സ്വന്തം മോളെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണെന്ന്. സാമദ്രോഹി, എന്നോട് എന്നാലും ഈ ചതി വേണ്ടായിരുന്നു സന്ദീപേ. സച്ചി ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ ഈ പൂമുഖത്ത് വന്ന് നീ ഇങ്ങനെ പറയത്തില്ലായിരുന്നു. നിന്റെ നാക്കവൻ പിഴുതെടുത്തന്നെ. എന്റെ ചേച്ചിയുടെ ഒരു പദ്ധതിയും വിജയിക്കാൻ പോകുന്നില്ല. ഇനി ഒരു നിമിഷം നീ ഇവിടെ നിൽക്കരുത്. ഇറങ്ങിപ്പോ. ഇതോട് അവസാനിപ്പിക്കാൻ ഞാൻ എല്ലാം. ഇത്രയും നാളും നീ തിരിച്ചു വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അത് ദൈവക്കും കൂടി വേണ്ടിയാ. ഇനി ഇങ്ങനൊരു അച്ഛൻ എന്റെ മോക്ക് ആവശ്യമില്ല. ഈ ആശ്രമത്തിലെ ഓരോ ശ്വാസവും സ്വാമിജി അറിയുന്നുണ്ട്. സ്വാമിജി ആളുകളെ അറിയുന്നത് കണ്ണുകൊണ്ടല്ല, തപശക്തി കൊണ്ടാ. നമ്മൾ മറിഞ്ഞിരുന്നാലും നമ്മൾ മറിക്കുന്നത് സ്വാമിജി അറിയും.
രോഗങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരും സ്വാമിജിമാരും ഒരുപാട് പേരുണ്ടാവും. പക്ഷേ ശിവയോഗി ആത്മാവ് അറിഞ്ഞ് ചികിത്സിക്കുന്ന ആളാ. അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്ന് ഒന്നും മറിക്കാനാവില്ല. തിരക്ക് വല്ലാതെ കൂടിയതുകൊണ്ടാവും ഇടയ്ക്ക് വിളികളൊക്കെ കുറഞ്ഞതല്ലേ? തിരക്കുകൾ ഉണ്ടെന്നുള്ളത് ശരിയാണ്. ഇടയ്ക്ക് വിളിക്കാതിരുന്നത് നേരിട്ട് വരാൻ വേണ്ടിയാ. എന്നെ സന്തോഷിപ്പിക്കാനാണ് യുവാക്കൾ. ഞാൻ കള്ളം പറയില്ലെന്ന് സ്വാമിജിക്ക് അറിയില്ലേ? സ്വാമിജിയുടെ വാക്ക് തെറ്റി ഞാൻ ഇന്ന് വരെ നടന്നിട്ടുണ്ടോ? സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതാ. വൈകുന്നേരം കുടിയേറ്റ ചടങ്ങുകൾ. 7-ാം നാൾ അർദ്ധനാരീശ്വരന്റെ മുമ്പില് പ്രത്യേക പൂജയുണ്ടാവും. ഇവിടെ ഉണ്ടാവണം. നേരത്തെ വിളിച്ചപ്പോ ഞാൻ സ്വാമിജിയോട് പറഞ്ഞിരുന്നല്ലോ ഗോകുൽ സാറും ഭാര്യയും വരുന്ന കാര്യം. ഓ, സമൃദ്ധ, ഞാൻ ഓർക്കുന്നു. ഗോകുൽ സാറിന്റെ കൂടെ പണ്ട് ഞാൻ ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. എന്നു മുതലാ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അസുഖം തുടങ്ങിയത്? പണ്ടെങ്ങോ ഒരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്. അതിനെ തുടർന്ന് ഓർമ്മ നഷ്ടപ്പെട്ടെന്നാ സാറ് പറയുന്നത്. എന്താ സ്വാമിജി? ഓർമ്മകൾ എവിടെയും നഷ്ടപ്പെടുന്നില്ല. കുറച്ചു കാലം അത് ഉറങ്ങുന്നതേ ഉള്ളൂ. അതിനെ ഉണർത്താനുള്ള ഔഷധങ്ങളും ഈ പ്രകൃതി തന്നെ ഉണ്ട്. അന്വേഷിക്കേണ്ടത് ഉള്ളിൽ തന്നെയാ.